എന്തെന്ന് പഠിക്കുകയാണ്. ഒരു പച്ചപ്പുൽനാമ്പ് പോലും കൊട്ടിരിക്കാത്ത രണ്ട് കുന്നുകൾക്കിടയിൽ അവർ ഒരു കുഞ്ഞിളം പൈതലിൻ്റെ നാടിഞരമ്പുകളെ തൊട്ടു നനയ്ക്കാൻ അത്ര പ്രതീക്ഷയോടെ ഓടിയോടിക്കൊണ്ടിരുന്നു. ഒരുമ്മയ്ക്ക് മാത്രം കഴിയുന്ന ഓട്ടം. അപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ അവൻ്റെ സുഹൃത്തത്തിൻ്റെ കനിവിൻ്റെ ജീവജലം വിശുദ്ധരായ മാലാഖമാരുടെ അടുക്കൽ തന്നയച്ചത്. ഇനിയും പറ്റാത്ത അമൃതായി അതിപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുന്നു. നെഞ്ചകം പൊള്ളിപ്പെടുത്തപ്പോൾ ആകാശത്ത് നിന്നും മുതിർന്നു വീണ ആ ജീവജലത്തുള്ളികൾ ഇപ്പോഴും മനുഷ്യരുടെ കൽബുകളെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുമ്മയുടെ ചുട്ടുപൊള്ളുന്ന വേനലിലെ മനമുരുകിയ പ്രാർത്ഥന ആ മരുഭൂമിയെ പിന്നീട് ജനപഥങ്ങളുടെ ഹൃദയം തണുപ്പിക്കുന്ന മരുപ്പച്ചയാക്കി മാറ്റി. ഹാജർ എന്നത് ഒരു കുഞ്ഞു പൈതലിൻ്റെ ഉമ്മ മാത്രമല്ല, ഒരു മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവ് കൂടിയായിത്തീരുന്നുണ്ട്. ഹാജർ ബീവിയെ പറയാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറയാൻ കഴിയുക? ഹാജർ ഉമ്മയെ സ്മരിക്കാതെ പിന്നെ എങ്ങനെയാണ് ഖലീലുല്ലാഹിലേക്ക് എത്തപ്പെടുക? ഹാജർ ബീവിയെ വർണ്ണിക്കാതെ പിന്നെ എങ്ങനെയാണ് വിശുദ്ധ മക്കയെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുക? പുണ്യമക്ക ഹാജർ ബീവിയുടെ പ്രതീക്ഷയിൽ നിന്ന് ഉയരെടുത്തതല്ലേ? അതിനാലാണ് മക്കയുടെ മണ്ണിന് ഇത്രയും സുഗന്ധം.